ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ മെസ്സേജുകൾ കൊണ്ട് എനിക്ക് നടക്കാൻ വയ്യ. ആൾക്കാരെ ചോദ്യം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ എനിക്കെൻ്റെ പെരൻ്റെ പുറത്തേക്ക് ഇറങ്ങിയ ആൾക്കാർ പെരൻ്റെ പുറത്തുനിന്ന് ചോദിക്കുക വ്ളോഗ് ഇട്, ഞങ്ങളിപ്പോൾ വരാൻ കാത്തിക്കണം, വ്ളോഗ് ഇട്. വണ്ടി കൊണ്ടുപോയ വണ്ടി ചേസ് ചെയ്ത് പിടിച്ചിട്ട് നിർത്തിയിട്ട് ചോദിക്കുക വ്ളോഗ് എവിടെ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വ്ളോഗ് ഇല്ല. അതിന് റീസൺ ഉണ്ട്. ഞാൻ മടി പിടിച്ചിട്ട് എടുക്കാതൊക്കെ ഇവിടെ ഹാപ്പനിങ് അല്ലായിട്ട് ഒന്നുമല്ല. നമുക്ക് ഞാൻ പറഞ്ഞു, ഞാൻ 20-ാം തീയതി വീട്ടിൽ നിന്ന് ഇറങ്ങി, 21, 22 ഞാൻ ലിസ്റ്റിങ് കിട്ടുന്നുണ്ട്, 23, 26, 28, 29, 30, 31 പറഞ്ഞിട്ട്. അപ്പം ഇന്നിപ്പോൾ എനിക്കൊരു ഗ്യാപ്പ് കിട്ടി. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ന് എനിക്ക് സെൻറ്റ് ജോസഫോ തോമസോ കോളേജിൽ പരിപാടി, അവിടെ റെഡ് അലേർട്ട് കൊടുത്തുകൊണ്ട് എനിക്ക് എന്ത് ചെയ്തു, എനിക്കിന്നൊരു ലീവ് കിട്ടി. അപ്പോൾ പക്ഷേ ഇന്ന് രാത്രി തന്നെ 9:30 ട്രെയിൻ, ഇപ്പോൾ 7:30 മണിയായി. 9:30 ട്രെയിനിൽ എനിക്ക് എന്ത് ചെയ്യണം, ക്ലോക്കൊക്കെ പോയി. എനിക്ക് 9:30 ട്രെയിനിൽ നിന്ന് പോകണം, കൊച്ചി പോകണം. എനിക്ക് നാളെ പരിപാടി കൊച്ചിയിലാണ്. അപ്പം അത് കഴിഞ്ഞ് വേറെയും പരിപാടികളുണ്ട്. പിന്നെ ചിലപ്പോൾ ഒരു പുറത്തൊരു പോക്കുണ്ടാവും. എന്തായാലും 2 ദിവസം കഴിഞ്ഞാൽ അത് 2 ദിവസത്തിനുള്ളിൽ തന്നെ വരും. അപ്പോൾ ഇതെല്ലാം കൂടി വന്നുകൊണ്ടാണ് എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റാത്തത്. വേറെ എനിക്ക് നിങ്ങളോടൊരു സങ്കടം ഒന്നുമില്ല. കാരണം എനിക്കറിയാം നിങ്ങളെല്ലാവരും, നിങ്ങളെ സ്ട്രെസ് ബസ്റ്ററാണ് ഈ വ്ളോഗ്. നിങ്ങളെപ്പോഴും കണ്ടിരിക്കണതാണ്, വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കണതാണ് നിങ്ങൾ ഓരോരുത്തരും എന്നുള്ളത് എനിക്ക് നല്ലോണം അറിയാം. സോ എനിക്ക് നിങ്ങളോട് സ്നേഹം മാത്രമേ ഉള്ളൂ. ഒരുപാട് സ്നേഹം, ഒരുപാട് താങ്ക്സ്. കാരണം നിങ്ങൾ ലൈക്ക് എൻ്റെ വ്ളോഗ് ഇല്ലാത്ത ടൈമിൽ വേറൊരാളെ തേടി പോയിട്ടില്ല. അതാണ് ലോയൽറ്റീൻ്റെ ഏറ്റവും പീക്ക് ലെവൽ എന്ന് പറഞ്ഞാൽ. നമുക്ക് ഒരാൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും പ്രൊവൈഡ് ചെയ്യണില്ലെങ്കിലും ആ ഒരാളപ്പോൾ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുക എന്നുള്ളത് ഒരു ഭയങ്കരമായിട്ടുള്ള ക്വാളിറ്റിയാണ്. സോ എൻ്റെ ഓഡിയൻസിനോട് എനിക്ക് പറയണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ കണ്ടന്റ് ഇട്ടിട്ടില്ലെങ്കിലും എൻ്റെ ആൾക്കാർ ഒരിക്കലും പോകും ഒഞ്ഞി മുതലില്ല, നമുക്ക് വേറെ ആൾക്കാരെ പിന്നാലെ പോകാൻ തന്നെ പോയിട്ടില്ല. എല്ലാവരും എൻ്റെ തന്നെയാണ് വെയിറ്റ് ചെയ്തിരിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാവരും കാത്തിരിക്കണം നമ്മൾ തന്നെയാണ്. വേറെ ആരുടെ കണ്ടിട്ടും ആ ഒരു സമാധാനം കിട്ടണില്ല, ആ ഒരു സന്തോഷം കിട്ടണില്ല. നിങ്ങൾ ഇടി എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ മതി, ഡെയിലി നിങ്ങൾ പരിപാടിക്കോണം ഇട്ടാൽ മതിയാണ്. അപ്പോൾ പയ്യന്നൂർ പരിപാടിൻ്റെ ഇടാണ്ട് നമുക്ക്, അതുപോലെ മണ്ണാർക്കാട് പരിപാടിൻ്റെ ഇടാണ്ട്, അത് നാളെ മറ്റന്നാളായിട്ട് നമ്മൾ ഇടാം ഇൻഷാ അല്ലാഹ്. ഈ വ്ളോഗ് കഴിഞ്ഞിട്ട് മണ്ണാർക്കാട് പരിപാടി കാണേണ്ട പരിപാടി. ഇനി ഞാൻ പോയിട്ടുള്ള ഉദ്ഘാടന വേദികൾ വെച്ചിട്ട്, അതായത് പരിപാടി 2 തരമുണ്ട്. ഒന്ന് ഉദ്ഘാടനം ചെറിയ രീതിയിൽ നടക്കുന്നത്, ഒന്ന് പബ്ലിക് ഷോ വലിയ ഗാനമേള സെറ്റപ്പിൽ നടക്കുന്നത്. അപ്പോൾ ഉദ്ഘാടനം പബ്ലിക് ഷോ ആക്കി മാറ്റിയ നാട് ഇനി മണ്ണാർക്കാട്. ഒരു നാട് മൊത്തം വന്നിട്ട് കുന്തിപ്പുഴ മുതൽ ഒരു തല വരെ, അങ്ങനെയാണ് അവർ പറയുന്നത്. എനിക്ക് ആ നാടിൻ്റെ കറക്റ്റ് അല്ല. പക്ഷേങ്കിൽ ഉമ്മമാർ, കുട്ടികൾ, ചെക്കന്മാർ ഏറ്റവും കൂടുതൽ ഗ്യാദർ ചെയ്ത പരിപാടി ഇനി മണ്ണാർക്കാട്ടത്തെ പരിപാടി. സോ അതിൻ്റെ ഹെലിക്യാം ദൃശ്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും എൻ്റെ പരിപാടിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് തീരെ വയ്യ, ചുമണ്ട് എനിക്ക്. അതിൽ കറക്റ്റ് കിട്ടുന്നുണ്ടാവും. അയാളെ പൂക്കിയായി കുത്തിറക്കുക. അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഒന്നിനും വഹിക്കണില്ല. പനിയുണ്ട്, ജലദോഷമുണ്ട്, തൊണ്ടവേദന ഉണ്ട്, എല്ലാം എന്തൊക്കെ ഉണ്ട്. ഇതിലൊക്കെ പോകാനുള്ള ഏറുകളൊക്കെ എൻ്റെ തലമ്പ് വന്ന് വീക്കുന്നുണ്ട്. അതിനൊന്നും എനിക്കൊരു മുടക്കുമില്ല. പക്ഷേ അൽഹംദുലില്ലാഹ് നമ്മൾ അതിലൊന്നും തളരാതെ മുന്നോട്ട് പോവാം. നമുക്കൊരു ജേണി ഉണ്ട്, നമ്മളൊരു ജേണിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഞാൻ റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഇന്നൊക്കെ റെസ്റ്റ് കഴിഞ്ഞ് മെഡിസിൻ എടുക്കുന്നുണ്ട്. സോ ഇന്നത്തെ സ്പെഷ്യൽ എന്താ വെച്ചാൽ, ഒരുപാട് ദിവസമായിട്ട് നമ്മളിൽ നിന്നും മൺമറഞ്ഞു പോയി ഇന്നിതാ വീണ്ടും നമ്മളിലേക്ക് തിരികെ വന്നിരിക്കുന്ന നമ്മുടെ സ്വന്തം സൽമാൻ ഇവിടെ വന്നിട്ടുള്ള സൽമാനിക്ക എവിടെയായിരുന്നു? ബഹ്റൈനിലായിരുന്നു. ബഹ്റൈനിൽ പോയി. സൽമാൻ എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ തെറി കിട്ടിയ നാട്ടിൽ നിന്നായിരുന്ന, നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ തെറി വിളിച്ചാരാ? എന്തിനു? വരാത്തിനും എവിടെയുള്ളത് പറയാത്തിനും. അപ്പൊ സൽമാന് ഞാൻ വിളിച്ചു ഇപ്പം 4 ദിവസത്തിന് പറഞ്ഞു പോയി, ഒരാഴ്ചക്കാണ് പോയി കാണില്ല, ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള 2 ആഴ്ച കാണില്ല, ഒരു മാസം കഴിഞ്ഞിട്ട് കാണില്ല. ഞാൻ പറഞ്ഞു പോരെ. പിന്നെ എൻ്റെ വ്ളോഗിലും ആൾക്കാർ സ്ഥിരം കാണില്ല. അപ്പൊ സൽമാൻ തടിച്ച് കുട്ടപ്പനായി അറവിന്റെ കൊയ്മന്തിക്കട്ടെ നമ്മൾ തിന്നിട്ടേ. അപ്പം എനിക്ക് വല്ലാതെ ഒന്ന് ആക്റ്റീവ് ആകാൻ കഴിയില്ല. എൻ്റെ ഓഡിയൻസിനോട് ക്ഷമിക്കണം. പക്ഷേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ആക്റ്റീവ് ആവണം. കാരണം നമ്മൾ 24 സബ്സ്ക്രൈബേഴ്സൊക്കെ പോവുകയാണ്. അപ്പോൾ എനിക്ക് ഈ മാസം തിരിഞ്ഞു നോക്കാൻ പറ്റിയില്ല. മാസം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഇൻഷാ അല്ലാഹ് ഒരുപാട് കണ്ടൻസ് ആയിട്ട് നമ്മൾ വരും. അപ്പോൾ നമുക്ക് നമ്മളെ കൂടെ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ്, കലാകാരൻ, നമ്മുടെ കാണികളുടെ കണ്ണിലുണ്ണിയും നമ്മുടെ കൂറ്റമ്പാറയുടെ അഭിമാനവുമായ കൂറ്റമ്പാറയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന റിച്ചു ഒരു പുതിയ ഗാനം പഠിച്ചിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ തായ്ബാമ ഉപമിച്ച് ഞാൻ ഇത് വർഷങ്ങളോളം ഞാൻ തപ്പി നടന്ന സാധനം. ഞാൻ ആര് തായ്ലൻഡിൽ പോയാലും ഇത് തപ്പാൻ പറഞ്ഞിനി. ബാസിൽ തപ്പിയിട്ട് കിട്ടിയിട്ടില്ല, കുറേ ആൾക്കാർ തപ്പിക്കണ്ട. അപ്പം അവസാനം ഷാനു ചെറുത് ഉപയോഗിക്കലുണ്ട്. അപ്പം ഇത് ഞാൻ കുറേ ആൾക്കാരുടെ റീലിലും കണ്ടിനി. അപ്പോൾ ഇത് ഞാൻ ഇവിടെ കിട്ടാൻ നോക്കി തപ്പി നടക്കണ്ടാ.
തായ്ലൻഡ് പോയിട്ടില്ല. ഫ്രണ്ട് അപ്പൊ ഷാനുവാണ് തായ്ലൻഡിൽ നിന്ന് ഈ സാധനം നമുക്ക് എത്തിച്ചത്. കാരണം ഷാനുവിന് തായ്ലൻഡ് ഭാഗത്തൊക്കെയുള്ള പിടിപാടാണ് നമുക്ക് ഈ ഒരു സാധനത്ത് നാട്ടിലേക്ക് വേറെ ആർക്കും കിട്ടാത്തത്. ഷാനുവിന്റെ ഒരു പിടിപാട് കൊണ്ട് മാത്രമാണ് മാഷാ അല്ലാഹ് നമുക്ക് കിട്ടിയത്. അപ്പം കാണികളുടെ കണ്ണിലുണ്ണിയും നാടിന്റെ അലങ്കാരവുമായ ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരം റിച്ചു സാറത് ഒരു പുതിയ ഗാനം ആലപിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. ഇനിയുണ്ടോ കേട്ടോ? സമ്മി വെരി വാരിന വാരി ഉമ്മ ആള് മാറി തല്ലിയേ വരി മാറി പാടിയോ? വല്ലി വല്ലി അണയത്ത് മുണിയേ വല്ലി വല്ലി അണയത്ത് മുണിയേ പേസ് ലിട്ടുമ്മ ആള് മാറി തല്ലിയേ പേസ് ലാലിട്ടുമ്മ ആറ് മാറി തല്ലിയേ സമ്മി വെരി വാരിന വാരി ഉമ്മ ആള് മാറി തല്ലിയേ ആയി എന്താ ചോദിച്ചേ? സമ്മി മേരി വാരാണ് പാടി. അപ്പൊ ഈച്ചു പിടുത്തം പിടിക്കണേ. ഈച്ചു നേരെന്നാ നേരെന്നാ നോക്കട്ടെ. അപ്പൊ ഈച്ചുവിന്റെ അത് റിമിക്സ് ആണ്, മാഷപ്പ് അല്ലേ? വേറെ പാട്ടുണ്ടോ? ഇത് പാടിനല്ലോ അൽബാ കണ്ണാളെ. അറിയാം ജി നേരത്തെ നിസ്കരിച്ച് കഴിഞ്ഞപ്പോ പാടിനി. മോശം എത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ നീളക്കണെന്ന് വെച്ചേ പാടേ പാടടാ അറിയാം. എന്റെ മൈക്ക് ഇടക്ക് മൈക്ക് ഇതാ കുളിര് കോരി എന്റെ മൈക്കിന്. എന്നാ സാധനല്ലോ സാധനല്ലോ. ഹേയ് ശരിക്ക് പാടി. ഹൽവക്കണ്ണാലേ സിൽവാര ചെണ്ടാലേ വാടദേവൻ പാ സൽവാക്കിലിയാതെ തൊണ്ടയ്ക്കുള്ളാതെ നെഞ്ചിൽ കണ്ടാലേ നൊങ്കിൻ തള്ളാലെ വാക്ക് തീർന്നേ അകലെ അകലെ ചരട് മുറിഞ്ഞ പട്ടം പാടിക്കൊടുത്തു. ഓക്കെ. അപ്പം ഇന്ന് നമുക്കിതാ നൂറ ഇവിടെ വരൂ. കൈമ ഇതെന്താ കൈമ? ഓ ക്യൂട്ട് പിക്സ്, ലിപ്സ്റ്റിക്ക്, നെയിൽ ബൈറ്റ്, എന്താണ് നെയിൽ ക്രീം, നെയിൽ പോളിഷ്. അപ്പം നൂറൻ്റെ കടിവുറ്റ പ്രകടനം കൊണ്ട് ഒരാൾ എന്ത് ചെയ്തു, ഒരു ഉള്ളിൽ ലൈറ്റ് കുടുങ്ങിയ ഒരു പാവക്കുട്ടിനെ സമ്മാനമായി അയച്ചിട്ടുണ്ട്. ഇത് രാത്രി നേരങ്ങളിൽ ക്യൂട്ടായിട്ട് കിടന്നു. അതായത് ഒരു കൊറിയനോയ്സിയൻ ഒരു ചൈനീസ് ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊരു ഇങ്ങനെ പാവൻ്റെ അവിടെ ചെവിൻ്റെ അവിടെ വെച്ച് ഉറങ്ങാനുള്ള ഒരു പാവ സെറ്റപ്പാണ് ഈ സെറ്റപ്പ് ഉള്ളത്. അപ്പോൾ എന്നെ കൊണ്ട് ഫുൾ അങ്ങനെ കേട്ടോ. ഇതെന്തമ്മ? ഇതെന്താ ഇതെന്താ മജ്ലിസ് ഉണ്ടാക്കാനുള്ള ഞാനോ മന്തി കഴിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ മണ്ണാർക്കാട് പരിപാടിക്ക് വന്നിരുന്നു. ഇതാ സാഫ്രോൺ മന്തിൻ്റെ പരിപാടി ഉണ്ടാവും. അപ്പോൾ സാഫ്രോൺ മന്തി മണ്ണാർക്കാട് നമ്മൾ പരിപാടി അടിപൊളിയാക്കിയതിൻ്റെ ഭാഗമായി നമുക്ക് സമ്മാനമായിട്ട് കൊണ്ടുവന്ന് ഇന്ന് വീട്ടിൽ കൊണ്ടുവന്നൊരു ടീപ്പോയി ആണ് ഇതാണെന്ന് ഞാൻ ആദ്യം കരുതിയത്. കാരണം ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് അപ്പോൾ ഞാൻ ആദ്യം കരുതി അവിടെ ക്ഷീണിച്ച് കിടക്കാതെ. അപ്പം ചേരുണ്ടോ? അപ്പം ഞാനിത് ആദ്യം കരുതിയത് ഒരു ടീപ്പോയി ആണെന്നാണ് കരുതിയത്. പിന്നെ എനിക്ക് മനസ്സിലായത് ഒരു ടീപ്പോയി അല്ല, ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ സമ്മാനങ്ങളുണ്ട് എന്നാണ് സാഫ്രോൺ മന്തിക്കാർ പറഞ്ഞത്. സോ എനിക്ക് മണ്ണാർക്കാരോട് പറയാനുള്ള നിങ്ങളെ നാടിൻ്റെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടി ഇരിക്കുകയാണ് ഞങ്ങൾ ഓരോരുത്തരും. ഈച്ചുവിൻ്റെ ഒരു പല്ല് പറഞ്ഞു. ഞങ്ങളൊരു 10-20 ആളെ ഷൂസ് പാൻറ് സംഭവങ്ങൾ മൊത്തം പോയി. സംഭവങ്ങളൊക്കെ എവിടെയാ? ശ്വാസം മുട്ടൽ വന്നു എല്ലാം കണ്ടിട്ട്. ഇമ്മച്ചി ആണെങ്കിലുണ്ടല്ലോ അത്രയും കാലം പരിപാടിക്ക് പോരണമെന്ന് ആഗ്രഹം പറയാത്ത ഇമ്മച്ചി കറക്റ്റ് ഈ പരിപാടിക്ക് ആഗ്രഹം പറഞ്ഞു. എടുത്തായോണ്ടാ യോ
മാന്തി ആരെ അഫ്രോൺ മന്തി അല്ല അഫ്രോൺ മന്തി മന്തി ആ ആയിവാ ഇവരെ പരിപാടിക്ക് ഇനി മണ്ണാർക്കാട് നമ്മൾ പോയത് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് അറബിക്കോ കാലിഗ്രഫി ഇതെന്താ ഇരിക്കണേ? സാഫ്രോൺ എവിടെ സഫ്രോൺ ഇത് സ ഇത് ഫ ഇത് റ ഇത് ന സഫ്രോൺ ആ സഫ്രൂൻ എഴുതിക്കണല്ലേ സഫ്രോൺ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ കുങ്കുമം ആ ഒരു കുങ്കുമത്തിന്റെ സാഫ്രോൺ മന്തി നല്ല ടീപ്പോയി തന്നിരിക്കുകയാണ്. അപ്പൊ ഓലൊന്ന് ടീപ്പോയാണ് എങ്ങനെയുണ്ട് ഇതെന്താവും അപ്പൊ guys, നമ്മളിത് മാന്തുകയാണ്. എന്താ ഫിഫ പൂക്കി ഇങ്ങനെ കുത്തിറങ്ങണം ആദ്യമേ പെൺകുട്ടികളൊന്നും ഇല്ലാത്ത കൊണ്ട് ഇത് ഉമ്മച്ചി അവസാനത്തെ കുട്ടീനെ പെൺകുട്ടികളെ നോക്കണ പോലെ ഹെയർ ബാൻഡ് മുടിവണ്ണൊക്കെ ഇട്ടിട്ട് നോക്കിയാണ് കേട്ടോ. ഇതേ നമ്മളെ സ്കൂൾ കൊണ്ട് എങ്ങനെ ഉണ്ടാവും പൈസ വെക്കാന് ഗവൺമെന്റ് സ്കൂളിൽ ഇതിൽ മാത്രമേ പൈസ അത് സ്കൂളിൽ കൊണ്ടുപോകാം. ഞാൻ പറയട്ടെ അപ്പൊ സാഫ്രോൺ മന്തിക്കാരാണ് നമ്മളെ മണ്ണാർക്കാട്ടിലേക്ക് കൊണ്ടുപോയത്. അപ്പൊ മണ്ണാർക്കാട്ടിലെ ചെയർമാനൊക്കെ വളരെ നമ്മളെ പ്രിയപ്പെട്ട ആൾക്കാർ പോലൊക്കെ നമ്മൾ നല്ല രീതിയിൽ നോക്കിയിട്ടാ. മൂപ്പര് പേര് ഓർമ്മയുണ്ടോ? ഞാനോ കൗൺസിലറാണ് ചെയർമാനാണ് ചെയർമാൻ. സോ മണ്ണാർക്കാട് ചെയർമാൻ മൂപ്പര് നമ്മളെ വളരെ നല്ല രീതിയിൽ അത് ആണിനും പെണ്ണിനും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ചെയർപേഴ്സൺ. ചെയർമാൻ എന്ന് പറയുമ്പോൾ ആണ് മാത്രമാണ് ഉപയോഗിക്കാറുള്ളത്. ബുദ്ധി ഇല്ല ചോദിച്ച് പഠിച്ചോടെ അറിയില്ല നമ്മളെ പോലെ ആകെ സുഖല്ലേ. അപ്പൊ 4 ഭാഗത്തും മെഷീന്റെ 4 ഭാഗത്തും സുഖം. അപ്പൊ ഇത് അവരുടെ സ്നേഹ സമ്മാനാണ്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്തൊക്കെ ഉണ്ടാവും? മന്തിന്റെ കൂട്ടല്ലേ? അപ്പൊ സാഫ്രോൺ മന്തി പോലെ കൂട്ട് ആർക്കും കൊടുക്കാത്ത മന്തി കൂട്ടി നമുക്ക് തന്നിട്ടുണ്ടാ. നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പറഞ്ഞിട്ട് അതുപോലെ സീക്രട്ട് റെസിപ്പി ഇതിൽ കാണിക്കാത്ത സാധനം നമ്മൾ കാണിക്കാൻ പറ്റില്ല. അത് കുഴപ്പമില്ല. ആ ഇത് പറഞ്ഞോളി. ഇത് ബസ്മതി പ്യുവർ ബസ്മതി റൈസാണ്. ആ ഇതതിന്റെ കൂട്ടാണ്. വേറെ ഇതൊന്ന് പറയട്ടെന്നേ, പച്ചമുളക് ഉണ്ടാക്കല് പറയും പോലെ തന്നെ. ഇത് എന്താണ്? ഗ്രാമ്പു കഴിച്ചാൽ പണ്ടത്തെ ടൂത്ത് പേസ്റ്റ് ആണ് ഗ്രാമ്പു അറിയോ? ഓക്കെ. ഇത് കറുവപ്പട്ട. കറുവപ്പട്ട കഴിച്ചാൽ കറുവപ്പട്ട അതായത് ചോറിന് ഏറ്റവും ടേസ്റ്റ് തരുന്ന ഒരു സാധനമാണ്. ആ കേട്ടോ, ഒരു ചെറിയ കഷ്ണം മതി. എരിവുണ്ടാവും. പണ്ടത്തെ സായിപ്പന്മാരാണെങ്കിലോ അങ്ങനെ വെക്കും. ഡോളേഴ്സിൽ വില അറിയും. ഇനി അടുത്തത് ഏലക്കായ. തുറക്കി കുരുമുളക്, എരിയും. എന്തിനാ തിന്നേ? കേട്ടോ കറുവപ്പട്ടല്ലേ? ഏലക്കായ കേട്ടോ. കുരുമുളക് എല്ലാം ഫസ്റ്റ് ക്വാളിറ്റിയാ. എല്ലാം വൻ കുരുമുളക് നല്ല ദമ്മുള്ള കുരുമുളകാണ്. കറുത്ത മുത്ത് എന്നാണ് അറിയപ്പെടുന്നത്. ഹൈ ക്വാളിറ്റി ആണ് ബ്ലാക്ക് പെപ്പർ. ഇപ്പൊ ചിക്ക് പണ്ട് കുരുമുളകിന്റെ കച്ചവടം കൊണ്ട് തുടങ്ങിക്കൂടേനോ?
കുരുമുളക് നമ്മളിവിടെ നമ്മളെ മരത്തുമലൊക്കെ കുരുമുളക് ഉണ്ട്. ആ കുരുമുളക് എന്നാണ് നമ്മളിവിടെ കുരുമുളക് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങാറില്ല. ഇവിടെ നമ്മളെ വീട്ടാവശ്യത്തിനുള്ള കുരുമുളക് എന്ന പോലെ തന്നെ നമ്മുടെ ഈ ബാഗില്ലേ, നമ്മുടെ ഗ്രോ ബാഗ് നിറയെ കുരുമുളക് അല്ല, 2 ബാഗില് കുറ്റി കുരുമുളകാണ്. അതായത് അത് മരത്തുമ്പോൾ കയറൂല, ഒരു ഇത്ര ഉയരത്തില് ബാഗിലുണ്ടാവും. അത് ഇഷ്ടം പോലെ കായ്ക്കും. അപ്പൊ സാഫ്രോൺ മന്തിയുടെ സമ്മാനം നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. എന്താവും? മനസ്സിലായി. നിസ്കാരപ്പായാണ്. ഇങ്ങനെയാണ് എടാ മണ്ടന്മാരെ, ഇങ്ങനെയാണ് നിസ്കാരം. പോട്ട അടിയാണ്. ഇവിടെ അടുത്ത പൊതിയും കൂടി ഇട്ട് കൂടി പൊതി കഴിച്ചിട്ട് ആ പൊതിയും കൂടി എടുക്ക്. അതുപോലെ തന്നെ എനിക്ക് ഇങ്ങനത്തെ ഒക്കെ കണ്ടതൊന്ന് കാണാൻ അയ്യോ മുസല്ല ആയിരുന്നു കേട്ടാ. ഞങ്ങളെന്താ പിന്നെ പറഞ്ഞത്? ഇത് നോക്കിപ്പോ അതേപോലത്തെ ഒരു സാധനം. ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയേണ്ടത്, ഇത് സ്പോൺസർ ചെയ്ത ആളുകൾക്ക് പ്രതിഫലം കിട്ടണമെങ്കിൽ ഇത് മടക്കി ഇവിടെ വെച്ചാൽ പോരാ, ഇതിൽ സുജൂദ് പതിയണം. മനസ്സിലായില്ലേ? ഒരു അപ്പോഴേ ഇതിന്റെ പ്രതിഫലം കിട്ടുള്ളൂ. അല്ല മുസല്ല ഇതായിട്ട് കാര്യമില്ല. അല്ല ഇതിലെന്താ നിഹാലിന് ഒരു കത്തുണ്ട്. ഏത് ലെറ്റർ അറിയില്ല. ആ നമ്മളെ പത്രം ഇടുന്നേ ബോക്സിലുണ്ട്. അനാന്റെ അഡ്രസ്സാണ്. കത്ത് പൊട്ടിച്ചു നോക്കുമ്പോ നിഹാലിന്റെ ലെറ്ററാണ്. എനിക്ക് പറയാനില്ല, ഇവിടെ ആർക്കും ലെറ്റർ ഞങ്ങൾ വായിച്ചു. നിങ്ങൾക്ക് തരേണ്ട കാമ്പുണ്ടെങ്കിലേ തരുമോ? ഞങ്ങൾ വായിച്ചു. നിങ്ങളല്ലേ വായിച്ചല്ലേ? അപ്പൊ ലെറ്റർ അയക്കണമല്ലോ ശ്രദ്ധക്ക്. കത്തൊന്ന് അയച്ചാലും ഈ കത്തൊന്ന് വായിച്ചാളെ നേരം എനിക്കോ നിയാലിനോ ഇവിടെ എല്ലാവർക്കും അപ്പൊ ഇവിടെ നേരം വായിക്കലാവും. അപ്പൊ എന്തായാലും കത്ത് വായിക്കാനുള്ള ടൈം ഉണ്ടാവില്ല. അപ്പൊ കത്ത് വായിക്കാനുള്ള ഇതിലല്ല, നമ്മളെ ഓട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉണ്ടാവും? അപ്പാ ഇതിപ്പോ നമ്മള് സഫ്രോൺ മന്തിക്കാർ കൊടുത്തല്ലേ? ടീപ്പോയി ആണത്, ബോക്സ് അല്ലേ? അപ്പൊ ഇതിൽ പ്രിപ്പയർ ചെയ്ത സാധനം വെക്കാൻ സാധ്യത കുറവാണ്. റൈസ്, ചിക്കൻ, ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ചിലപ്പോൾ ഇപ്പം ഓരോ റെസിപ്പി കാർഡ് വന്നു. മന്തി തയ്യാറാക്കാനുള്ള ഒരു പാത്രം ആവാൻ, ഒരു കുക്കറോ അങ്ങനത്തെ ആവാൻ സാധ്യത ഇങ്ങനെ തെളിയുന്നുണ്ട്. ഇനി എന്താണ്? കറിയൂലന്റെ സാധനങ്ങൾ അതിലുണ്ടാവുന്ന പിന്നെ ഏലക്കായ, അരികള്, ഇതൊക്കെ ആകില്ല. അതല്ല പോലെ അവിടെ തന്നെ. അതല്ല എന്നാലും അത് അതിന്റെ ക്വാണ്ടിറ്റി കൂടിയ ചിലപ്പോ ഇതിലുണ്ടാവും. കുറച്ച് സംഭവങ്ങളുണ്ട്. എന്തായാലും എനിക്ക് അറിയാം സംഭവങ്ങളുണ്ട്. എന്താ അണ്ടിപ്പരിപ്പ്, മുന്തിരി. അല്ല ലാസ്റ്റ് പറയാൻ ഞങ്ങൾ ചെറുങ്ങനെ എന്തോ കണ്ട് ഈ സൈഡ് ഇന്റെ കൈ എന്തോ കുറച്ച് ഇവിടെയും ഇവിടെ ഞാൻ ഒരു പേപ്പർ കൊണ്ട് എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. ഈ ചെന്താളെ കണ്ടില്ല? ആഫി എന്താ മുട്ടായി ഈ പെട്ടി നിറച്ച മുട്ടായി ഒരു പെയർ ഷൂ, ഒരു പെയർ ജീൻസ്, ആണോ ഷർട്ട്, പാന്റ്.
അതാവും ഇജ്ജ് ആന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ എന്നോട് പറഞ്ഞു മാനേജറായി. ഷൂ ആണെങ്കിൽ എന്റെ ഒരു ഷൂ തേഞ്ഞിട്ടുണ്ട്. ഒരു ഷൂ ഞാൻ അതിനൊന്നും പാമ്പിനെ എന്റെ 9 സൈസ്. 9 സൈസ് ഷൂ ഉപ്പാക്ക് ആവശ്യമുണ്ട്. അപ്പൊ എല്ലാം ഞാനും ഒന്നും അയക്കല്ലേ അല്ലാ, അയച്ചെടുത്തോളം മതി. ഒന്നും അയച്ച ആരും സ്നേഹിക്കണമെന്നില്ല, എല്ലാരും കണ്ട് സ്നേഹിച്ചാൽ എല്ലാരും കണ്ട് പാട്ട് കേട്ട് ഓപ്പൺ ആക്കുന്നതിന് മുന്നേ നമുക്ക് പറയാനുള്ളതാണ്. വേറെ അൺബോക്സിംഗ് ഉപകാരപ്രദമായ സമ്മാനം ആഫീഫിന് നൽകിയിരിക്കുന്നു. ഇതിന്റെ ഷർട്ട് സെയിം പാറ്റേൺ. അത് വലിയ ട്രൗസർ. ഇത് ഞാൻ എടുത്താലോ പ്ലീസ്? ഒന്ന് എനിക്ക് ബാക്കിൽ പോക്കറ്റ് ഒക്കെ ഉണ്ട്. ഫോണ്ടാ എന്നിട്ട് വണ്ടിയൊക്കെ കഴിക്കാം. ഇത് എടുത്താലോ? ഞാൻ ഇറ്റ്സ് അല്ലെങ്കിലോ? അപ്പൊ ഗായ്സ് ഞങ്ങൾ തുറക്കാൻ പോവുകയാണ്. 3, 2, 1. ഞാനെന്താ പറഞ്ഞ Dear Hanan Shah, on behalf of the entire Saffron Mandi team, we would like to express our deepest gratitude for your esteemed presence and captivating performance at our 1-year anniversary celebration. Your participation elevated the event to an unforgettable experience for all in attendance. As a celebrated artist, your voice and presence brought warmth, energy, and a sense of joy that truly honored the spirit of occasion. We were deeply moved by your generosity in sharing your talent with us on such a meaningful milestone. It was a privilege to host you, and we are sincerely thankful for the time and effort you dedicated to making our anniversary truly special. We look forward to the opportunity to collaborate again in the future and wish you continued success in your artistic endeavors. With warmest regards, Team Saffron Mandi. എന്തോ പാട്ടുഷാറാണെന്ന് പറഞ്ഞു. ഇത് എവിടെ സ്ഥലം? ഇവല് മണ്ണാർക്കാട്. മണ്ണാർക്കാട് മല്ലിക പൂത്താൽ മണ്ണാർക്കാട് ഓഫാക്കിയ മണ്ണാർക്കാട് ടൗണിൽ തന്നെയാണോ? ഇപ്പച്ചിന്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? ഞങ്ങളെ ഞാൻ പറയട്ടെ, അതായത് നമ്മളെ കാര്യങ്ങൾ ലോകം മൊത്തം അറിഞ്ഞാലും ഇപ്പച്ചി ഞങ്ങൾ പറയുമ്പോഴാണ് അറിയണത്. ഇപ്പച്ചി മണ്ണാർക്കാടോ? എന്തൊരു പരിപാടി? മണ്ണാർക്കാട് മന്തിയോ? എന്ത് മന്തി? ഇവിടെ ഇനി പരിപാടി നമുക്ക് കൊറേ ആൾക്കാർ വന്നിനി കാണാന്. അതാ ഇവിടെ തന്നെ ഉണ്ടല്ലോ. നിയർ കമ്മ്യൂണിറ്റി കുന്തിപ്പുഴ. മണ്ണാർക്കാട് എത്തണ്ടല്ലോ അല്ലേ? ഇവിടുന്ന് പോകുമ്പോ ഒരു ഇങ്ങനെ ടേണിങ്ങിൽ ഒരു പാലം അല്ലേ? ഒരു പാലം ഇപ്പച്ചിക്ക് റൂട്ടല്ല. ഇത് കഴിഞ്ഞിട്ടാണ് പാലം. നമ്മൾ ഇവിടുന്ന് പോകുമ്പോ വലത്തെ ഭാഗത്ത് എടുക്കാം. അപ്പൊ ഫസ്റ്റ് 2 ഒഴിവാക്കണം. ഇത് ഇപ്പച്ചിന്റെ സ്കൂൾക്ക് സാഫ്രോൺ മന്തിന്റെ ആകാം കേട്ടോ. ഇത് കോൽക്കളി അങ്ങോട്ട് വരട്ടെ. അപ്പൊ പറയട്ടെ ഫസ്റ്റ്. അപ്പം നമുക്ക് ആ പരിപാടിയിൽ അന്ന് നഷ്ടപ്പെട്ട മൊത്തം ഷർട്ടുകളും പാൻറ്റുകളും ഇതും ഇനി ഷൂസുകൾ ഇനി. അപ്പൊ അതിക്കൊരു ഇത് അഫീഫിന്റെ സൈസാണ് തോന്നുന്നു. ഒരു ഷർട്ട് ആണ് അഫീഫിന്റെ സൈസാണ്. എടാ ഈ സെയിം സാധനം എൻ്റെ അടുത്തുണ്ടടാ. എനിക്ക് ഓർമ്മല്ല ജിംഷ, അത് ഇട്ടേണ്ട ഒരു പരിപാടിക്ക് ഇറങ്ങാൻ തന്നെ. സെയിം സാധനം ദീപുവിന് എടുക്കാം. ഇല്ലാന്ന് പറഞ്ഞാൽ മതി. അടുത്തതായി
ആ ഇമ്മി അങ്ങനത്തെ ഇടലുണ്ട്. ഒന്ന് കൊടുത്തീനിയല്ലോ നാളെ അല്ലേ? ഓർമ്മ ഉണ്ടോ വീഡിയോ എടുത്ത്? ഷർട്ടുകൾ ഒരുപാടുണ്ട് കേട്ടോ. സ്റ്റാഗ് വാങ്ങിയ സാധനം ഇതൊക്കെ ഞാൻ നോക്കിച്ച സാധനങ്ങളാണല്ലോ. ഇതിങ്ങനെ കറക്റ്റ് വാങ്ങിയേ നമ്മള് കറക്റ്റ് കണ്ടച്ച സാധനങ്ങളാണ്. പിന്നെന്താ ഓ ഒരു ഫാഷൻ ബാഗ്, ഇത് ലോക്ക് ഇടണം. അതായത് ലോക്ക് ഇട്ടിട്ട് അവിടെ അല്ല ഇവിടെ ലോക്ക് പറ്റും. ഒരു ഐഫോൺ 60 Pro പോയിന് ചളിയില് പൂന്തി പോയ പോലെ. അയ്യോ കാണാനില്ലല്ലോ. സാഫ്രൺ മന്തിക്കാരൊന്ന് കോണ്ടാക്ട് ചെയ്യൂ. ഇതാ ബാഗ്. അൺബോക്സ് ആയി. അപ്പൊ ഇനി മുട്ടായികൾ കേട്ടോ. ആ അതപ്പാ ബാലരാമപുരം കൈത്തറിയിൽ നിന്നും ഇപ്പച്ചിക്ക് കൈരളിയുടെ 4 മീറ്റർ മുണ്ട് പ്യുവർ കൂട്ടൺ. ഓണത്തിന് ഉടുത്തൊരുങ്ങാൻ സ്കൂളിൽ പോയി ആറാടാൻ. ഗാനഭൂഷണം നെയ്യാറ്റിങ്കര ഗോപൻ. ഓണം പരിപാടിക്ക് മുണ്ടെടുത്ത് പോകണല്ലേ. അതാണ് എനിക്ക് ഓണം പരിപാടിന്റെ ആകെയുള്ള പേടി മുണ്ടാണ്. വേറെ ഒന്നും ഞാൻ ഓക്കെയാണ്. നോക്കട്ടെ മെച്ചി സ്റ്റൈൽ രാജയാണ് കേട്ടോ. അന്ന് മെച്ചി മണ്ണാർക്കാട് പരിപാടിക്ക് ബാഗ് എടുത്ത് ഇറങ്ങാൻ നിന്നീനി. ഞാൻ ബാഗൊക്കെ ഇട്ട് പോരാ. ഞാൻ ബാഗൊക്കെ ഇട്ടീനി. ഉമ്മച്ചിക്ക് മിഞ്ഞാന്ന് ഞാനൊരു ബാഗ് വാങ്ങിക്കൊടുത്തു. ആണോ? പൈസ കൊടുത്തുണ്ട്. എത്ര റുപ്യ? 1780 റുപ്യ. റീംബേഴ്സ്മെന്റ് അടിച്ചാളി, അത് റിട്ടേൺ കൊടുത്താളി. ഇപ്പൊ നല്ല ബാഗ് കിട്ടിയില്ല. ഓഫർ ഉണ്ടായിനി. എന്നിട്ട് എത്ര കൊടുത്തു ചോദിച്ചു. ആ അതെന്താ മേണിക്കുട്ടി ഒരിക്കലും ഒരാൾ ചെയ്യലില്ല. ഇഷ്ടല്ല. പക്ഷെ ഇങ്ങനെ ഞാൻ വാങ്ങാൻ വേണ്ടി ഞാൻ കൊടുക്കാറ് കൊടുത്തതാ. പോണേ പോട്ടെ. 1000 റുപ്യല്ലേ അങ്ങ് കീറി എറിയണ്ട പൈസ വേണമൊക്കെ. അതെന്തിനാ മേടിച്ചത്? അതെ പിന്നെ സ്കൂളിലേ ഈ ഒരു കയ്യില് മൊബൈല് ഒരു കയ്യില് കണ്ണട, എന്നിട്ട് ഇങ്ങനെ ഇത് ഈ കുസ്തിക്കാര് പോണ പോലെ അപ്പൊ ഒരു ബാഗ് വാങ്ങിക്കൊടുത്തു. അതിന്റെ അടിയിലുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യണ്ടേ. അപ്പം ആ മൊബൈലും കണ്ണട ഇടാൻ പാകത്തിനുള്ള ഒരു സാധനം ഇപ്പച്ചി വാങ്ങിക്കൊടുത്തു. അത് നല്ല സൂപ്പർ ആട്ടെ കാണാൻ നിർത്തുന്ന. അടുത്തതായി ഇപ്പച്ചി സ്റ്റൈൽ ആളെന്നെ കേട്ടോ. നല്ല ക്യൂട്ട് സാധനം യൂത്ത് ബാഗാണ് വാങ്ങിക്കൊടുത്തു. ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇട്ടുണ്ടല്ലോ. ആ ഇതൊക്കെ മണ്ണാർക്കാട് ഇട്ടാലും മതിയേനി. വലിച്ചിതാവൂലേ എല്ലാരും കൂടി. ഇത് കണ്ടോ, ഇതിനൊരു ഓർഡറുണ്ട് അല്ലേ? ഫോണ്, സിബ് ഉണ്ട്, കണ്ണട. അല്ല ഞാൻ 500 റുപ്യ മറന്നു വെച്ചിരുന്നു. ഇപ്പഴേ ബാഗ് എന്തൊക്കെ മറന്നു വെച്ചാണോ? വേറെന്തല്ലേ ഇത് ചില്ലറല്ല, ഇത് നോട്ടാ. ഒരു ഷൂ കിട്ടിയിട്ടുണ്ട്. അത് ഇത് ഞാൻ എനിക്ക് തോന്നുന്നു ഇതിന്റെ ലിങ്ക് ഒരു ഹാക്ക് ചെയ്താ. ഇത് ഇങ്ങക്കേ പറ്റുള്ളൂ കേട്ടോ. ആ ഇത് ഇപ്പച്ചിന്റെ പാന്റ് കിട്ടുപോയാലേ ഇപ്പച്ചി സ്റ്റൈൽ രാജ ആയിപ്പോ. നേരം വെളുത്താ എങ്ങനെയാന്ന് എന്റെ വിചാരം. എന്താ സ്റ്റൈൽ രാജ? ഇന്നേതാ ഷർട്ട് ഇടുന്നു, ഇന്നേതാ പാന്റ് ഇടുന്നു. രാവിലെ ഇങ്ങനെ നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ഹെവി. അപ്പം ഇതാ
ചോക്ലേറ്റ്. അതിൽ വെച്ചോ. പിന്നെ ഇപ്പച്ചിക്ക് ഒരു കൈലിമുണ്ട്. ആ അത് നമുക്ക് ആവശ്യമാണ്. ഇതെന്താണ്? തുണിയല്ലേ? ഇപ്പച്ചിക്ക് 3 തുണി കിട്ടി. തുണി ഇതെന്താ? ഫൺ മിക്സ്. ഇത് ചോദന ഓല ഏതോ ഓണർ ഗൾഫിൽ നിന്ന് ഒരു പെട്ടി ഇങ്ങോട്ടാക്കി വന്നിട്ടാ. ആ ഫുൾ ഗൾഫിട്ടാ. കോഫി. ഇത് ഷർട്ട് പീസാകാ. എന്താ സ്പ്രേ? ഷർട്ടാണ്. നല്ലതാണ്. ആദ്യം അല്ലേ കുതിരനെ പോലെ ആയി ഒച്ചയൊക്കെ പിടിച്ചോ. ആ ജിംഷാ, ഇത് ആ സ്ക്രീൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നല്ലേ ഇനി ഇതിൽ നിർത്താൻ ഞാൻ ഇതിക്ക് പൊട്ടിയേക്കാം. പോണി ഫ്രൂട്ട്. നെസ്കഫെ ഗോൾഡ് കോഫി. ഇതാണ് ഗോൾഡ്. അടിപൊളിയായിട്ട് 2 ന്യൂട്ടല്ല. സൽമാൻ വരുമ്പോ രാവിലെ തിന്ന പൊറാട്ടയ്ക്ക് തേച്ചാണ്ടും പത്തിരി ചപ്പാത്തി പൊറാട്ട വെറുംചോറ്. ആ പോ ടൈം എത്രയായി? അപ്പോ പിന്നെ കുറച്ച് ചോക്ലേറ്റ്. ഇത് ഹണി. തേനാണ് നമുക്ക് ആവശ്യമുണ്ട്. ഹണി ഇത് പൊളിച്ചോട്ടെ. ആ പൊളിച്ചോളൂ. എല്ലാവർക്കും കൊടുത്തോളൂ. ഇതിലുള്ളതൊക്കെ എല്ലാവരും കൊടുത്തോ. ആരും കൂടെ ചോക്ലേറ്റ് എന്നാ റിച്ച് എനിക്ക് ഏതാ വേണ്ടി? ഏത് ചോക്ലേറ്റ് വേണ്ടി? ആൾക്കാർ വരുമ്പോഴേ ഏതെങ്കിലും ആൾക്കാർ വന്ന് വരുമ്പോൾ നമുക്ക് മുട്ടായി ഫുള്ള് കുട്ടിയൊക്കെ കൊടുക്കില്ല. ഇവിടെ വരുന്ന കുട്ടിയൊക്കെ എടാ ഇതിന്ന് എടുത്താണ്. ഇതില് കിറ്റ്കാറ്റ് ഒക്കെ ഉണ്ട്. ആരെന്താ വേണ്ടി ചെത്തുന്നാലും എടുത്തോളൂ. അപ്പൊ കുറച്ച് കുക്കീസ് ഉണ്ട്, കുറച്ച് കിവി. എന്താണ് ഈ പുട്ടുകുറ്റി? ശാലി ഉമ്മച്ചി കാട്ടോ വുമൺ സ്പ്രേ ആണ്. ഏത് ലേഡീസ് ആണ്? ചായ കൂട്ടാൻ ലിമിറ്റിന്റെ ചോക്ലേറ്റ് തരട്ടാ. അങ്ങോട്ട് താത്തിയത് ഇങ്ങോട്ട്. ഞങ്ങളൊക്കെ കിസസിന്റെ ആൾക്കാര് ആണോ? കിസസ് പോരല്ലോ. ക്ഷമിക്കണം, പോകുമ്പോൾ സുക്കരി അപ്പം ചുക്കരി നമുക്കുള്ള. അപ്പോൾ കുറച്ച് കാരൊക്കെ ഉണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്. സ്പ്രേ ബ്രിങ്സ് ബാക്ക് മെമ്മറീസ്. പണ്ട് തറവാട്ടിലെ തറവാട്ടിന്നേ എനിക്ക് അടിച്ചാന്നോ? എന്താ തിന്നണേ? ഇങ്ങനെ അടിച്ചാ നാളെ അമ്മച്ചി കണ്ണ് കടിച്ചിക്കണ പച്ചിന്റെ. ഇങ്ങനെ വന്നപ്പോലെ കണ്ണ് കയ്യടി കളിച്ചോ. ആ അത് പണ്ടത്തെ. ഇത് തറവാട് സ്മെല്ലാണ്. തറവാട്ട് പോയാൽ എല്ലാരും ഒരേ മണാവും. എന്നിട്ട് എല്ലാവർക്കും ഇതിങ്ങനെ അതിപ്പോഴും അങ്ങനെ തന്നെ. എന്റെ പരിപാടിക്ക് വരുമ്പോ എല്ലാരും ഒരേ മണാവും. അപ്പൊ സുഹൃത്തുക്കളെ, എനിക്ക് ഇഷ്ടമുള്ള എടുത്തോളി മുത്തേ, മാറ്റിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്തോളി. എന്തായാലും മധുരം ഇവിടെ ആരും തിന്നൂല. അപ്പൊ സുഹൃത്തുക്കളെ, ഇതായിരുന്നു ഇന്ന് സാഫ്രോൺ മന്തി തന്ന സാധനങ്ങൾ അൺബോക്സിംഗ് ചെയ്തത്. അപ്പൊ എനിക്ക് നിങ്ങൾക്ക് ക്ലിയർലി വിസിബിൾ ആണ് ഞാൻ കൊടൂര സിക്കാണെന്നുള്ളത്. എനിക്ക് സംസാരിക്കാനും കഴിയണില്ല.
ആ കൊച്ചൊക്കെ പോയി. പക്ഷെ എന്നാലും ഇത്രയും ആൾക്കാർ ഹെവി റിക്വസ്റ്റ് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ പോണത്. സോ എനിക്ക് നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ബേസിക്കലി കുറച്ചുകൂടി എനർജി എനിക്ക് ഉണ്ടാവലുണ്ട്. അപ്പോൾ ആ എനർജി എനിക്ക് ഇന്നില്ല, സിക്കാവുന്നുണ്ട്. ഞാൻ ഇന്ന് കടക്കപ്പായിന്ന് നീച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെയ്തൊരു വ്ളോഗാണ്, തട്ടിക്കൂട്ടി എടുത്തൊരു വ്ളോഗാണ്. ആൾക്കാർ കംപ്ലയിൻറ്റ് പറയരുതല്ലോ, ചീത്ത പറയരുതല്ലോ, ഒരു സമാധാനത്തിന് വേണ്ടി നമ്മൾ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അപ്പോൾ ഈ മാസം ഇൻഷാല്ലാ നമുക്ക് ആടുമന്തിൻ്റെ സംഭവം നോക്കണം. വേറെ 1-2 പ്ലാൻ എൻ്റെ അടുത്ത് ഹൈ പ്ലാൻസ് ഈ മാസം ഉണ്ട്. അത് ചെയ്യാനുള്ള സമയം ഈ മാസം ഉണ്ടോയെന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ മാസം 15 പരിപാടിയാണെന്നുണ്ടെങ്കിൽ ഈ മാസം 22, 24 പരിപാടിൻ്റെ അടുത്ത് ബുക്ക് ഉണ്ട്. എനിക്ക് 6 ഡേറ്റ്സ് എടുത്ത് ഫ്രീ ഉള്ള കാണുന്നത്. അപ്പോൾ എന്തായാലും ഉള്ള ഡേറ്റിൽ, ഫ്രീ ഡേറ്റിൽ ഞാനുള്ള ടൈമിലുള്ള പോലെ പറ്റുന്ന പോലെ എല്ലാം ചെയ്യണതായിരിക്കും. സോ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കിയുള്ള സാധനങ്ങൾ അവിടെ ഒരു വെക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക. താങ്ക് യു സോ മച്ച് ടീം സാഫ്രോൺ മന്തി. ഇതെന്താ മറ്റേ ചാക്യാർ കൂത്താ? ഹിൻലെസിന്റെ പുതിയ ഡ്രോപ്പ് അപ്പോൾ ഒരിത് കഴിഞ്ഞിട്ട് ഒരു ജെയ്സിന്റെ ഉള്ളിൽ എന്തോ നിറവ് കുടുങ്ങിയിട്ടാണ്. ഒരാൾ വന്ന ഷേപ്പിലല്ലാതെ വേറൊരു ഷേപ്പിലാണ് തിരിച്ചു പോകുന്നത് കാണുന്നത്. ഇത് കുടിക്കാൻ പറ്റുമോ? കാരണം തൊമച്ച് ആകെ ഇല്ലാണ്ടായിക്കണ കുതിരന്റെ പോലെ ഇനി കഴിഞ്ഞ 2 ദിവസം അല്ലേനിയോ ഇങ്ങനെ ഇനി എന്നുവെച്ചാൽ ചുമക്കുമ്പോ തൊണ്ടന്റെ അമ്മക്ക് തന്നെ ഇറങ്ങാറാവും. ചുമക്കുമ്പോ എന്നുവെച്ചാൽ അന്ന് ചുമക്കുമ്പോ അമ്മക്ക് തന്നെ ഇറങ്ങാറാവും. അമ്മക്ക് തന്നെ ഒരു നെഞ്ചിലൊരു വേദനയാണ്. എന്നുവെച്ചാൽ ഇവിടുന്നാണ് ആ ചുമ വരുന്നത്. നിന്റെ ഓരോ ചുമ നെഞ്ചിങ്ങനെ. അപ്പൊ ഞാൻ പറയും ഹെവി ആക്ടിവിറ്റീസ് കുടിച്ചോ പറയും. മതി അന്തർശ്യാവിഷ്കാരം. അപ്പം സുഹൃത്തുക്കളെ ഒരു വട്ടം കൂടി ഞാൻ നന്ദി പറയണം. അപ്പോൾ വ്ളോഗ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഗോയിങ് ടു ഹിറ്റ് 24 lakh സബ്സ്ക്രൈബേഴ്സ് ആണോ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇൻഷാല്ലാ ഒരുപാട് നല്ല വ്ളോഗായിട്ട് നമ്മൾ വരും. നിങ്ങളെ കാത്തിരിപ്പിനെ ഞാൻ മറ്റെന്തിനേക്കാളും എൻ്റെ ഇപ്പോഴത്തെ പരിപാടികളെക്കാളും എൻ്റെ ഇപ്പോഴത്തെ എന്ത് സംഭവത്തെക്കാളും ഞാൻ വില കൊടുക്കുന്നത് നിങ്ങളെ കാത്തിരിപ്പിനാണെന്നുള്ളത് എനിക്കറിയാം. എനിക്കിഷ്ടവും വ്ളോഗ്സ് ചെയ്തിറക്കാം. ഞാൻ ജിംഷാൻ 2 ദിവസം മുന്നേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ഈ പരിപാടിനെക്കാട്ടിലൊക്കെ പരിപാടി പറഞ്ഞാൽ എൻ്റെ വർഷങ്ങളെ സ്വപ്നങ്ങളാണ്. അതായത് 10 വർഷത്തെ ആ മ്യൂസിക് പഠിച്ച് ഞാനിങ്ങനെ ആവണം എന്ന് വിചാരിച്ചാണല്ലോ. സോ അങ്ങനത്തെ അവസരങ്ങൾ എനിക്ക് വരുമ്പോൾ പ്രോഗ്രാംസ് എനിക്ക് എടുക്കല്ലാണ്ട് വയ്യ. കാരണം എൻ്റെ അൾട്ടിമേറ്റ് പ്രോഗ്രാംസാണ്. വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറ്റ് ദ സൈഡ് നമുക്കതൊരു ഹോബിയാണ്. ലൈക്ക് ഇഷ്ടം എന്താ ചെയ്യാൻ, എനിക്ക് വ്ളോഗിങ് ഇഷ്ടമാണ്. നമ്മളെ ഇങ്ങനെ പോണതും വരുന്നതൊക്കെ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുന്നത് ഇഷ്ടമാണ്. നമ്മളെ കണ്ടൊരാൾക്ക് സന്തോഷം കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കടിച്ചല്ലോനെ ഒരു ഹാപ്പി ആവുമല്ലോ എന്നുള്ള ബേസിൽ നമ്മൾ ചെയ്യുന്ന ഒരു സാധനമാണ് വ്ളോഗിങ്. സോ വൺസ് അഗൈൻ അപ്പാൻ്റെ പാത്രമായിട്ട് എന്തോ ചോക്ലേറ്റ് ഇട്ടാണ് നിറഞ്ഞു. എന്തോ നിറച്ച് എന്തോ ലാണ്ടിപ്പരിപ്പ് വെളിച്ചത്ത് നമ്മൾ പിടിച്ചു. ഇരുട്ടത്ത് ഇങ്ങനെ എന്നിട്ടേ ഇന്നലെ 6 മണിക്ക് ട്രെയിൻ ഇറങ്ങാട്ടോ. അപ്പോൾ സുബേസ്കാരത്തിന് എന്തോ ബൗണ്ടി എന്തോ പൊട്ടിച്ച് തിന്ന് ഇങ്ങനെ പോകുന്നു. പണ്ട് ഞങ്ങളെ തറവാട്ടിലൊക്കെ മഞ്ച ഉണ്ടാവും. മഞ്ച സാധനങ്ങളൊക്കെ പാത്രക്കാർ എനിക്കറിയാം. അങ്ങനത്തെ എനിക്ക് നല്ല ഇഷ്ടമായി. അതില്ലേ കൂടി അത് എടുത്ത കയ്യിൽ സാധനങ്ങളൊക്കെ ഇട്ടേക്കാം. ഞാൻ അതിന് പൂട്ട് വെപ്പിച്ചു. ഇതെന്താ അറിയോ ഞാൻ പറയട്ടെ, ഇതിൽ നമ്മളെ ഫ്രെയിംസ് ഇല്ലേ, ഒരുപാട് ഫ്രെയിംസ് വെക്കാല്ലേ. ഫ്രെയിംസിന് ഞാൻ കാർഡ്ബോർഡിന്റെ പഠിപ്പിച്ചോ? ഇഷ്ടം തോന്നുന്നു. സിമ്പിളായിട്ടുള്ള ജീവിതത്തിലേക്ക് ആർക്കും ഇഷ്ടമില്ല. ഞാൻ തന്നെ ഉള്ളു ഇവിടെ സിമ്പിളായിട്ട് കള്ളിത്തുണിയും കയ്യിലും കൊണ്ടും കിട്ടിയ ഷർട്ട് ഇട്ട് വ്ളോഗ് ചെയ്യാനുണ്ടല്ലോ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നത്. ഈ ക്ലോത്ത് ഇത് ചൈനയിൽ ഇറക്കിയ ക്ലോത്താ. ചൈനീസ് ചാഞ്ചിനിക്കു എന്ന് പറഞ്ഞ പാമ്പിന്റെ അതിന്റെ ദ്രവം വെച്ചിട്ടുണ്ടാക്കിയ അതാണ് ഇത്രയും ഇത് പളവളയെന്ന് പറഞ്ഞ പോലെ ഇരിക്കും.
ഓനിപ്പോൾ അവനെ 4 മുട്ടായി കൂടി ആരെ കിട്ടുമെന്നുള്ള മൂഡിൽ നിൽക്കണം. അപ്പോൾ ഗൈസ് എന്തായാലും വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ഐ ലവ് യു ഓൾ. എന്തായാലും വ്ളോഗിന് കാത്തിരുന്ന എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കണം. സോറി ഇത്രയും ലേറ്റ് ആക്കിപ്പിച്ചതിന്, വെയിറ്റ് ചെയ്യിപ്പിച്ചതിന് ക്ഷമിക്കണം. എനിക്കും ചെയ്യാൻ താല്പര്യമുണ്ട്. എൻ്റെ സ്ഥിതിഗതികൾ കൊണ്ടാണ്, അവസ്ഥ കൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരേക്കും എല്ലാവരും കാത്തിരിക്കണം. താങ്ക് യു സോ മച്ച്. Bye.